ഹലോ ഗൈസ്, എനിക്ക് പനി പിടിച്ച് അനങ്ങായി ഗൈസ്. തുമ്പി ഞാനൊരു പരുവായി. പക്ഷേ ഞാനൊരു ചലഞ്ചായിട്ടാണ് നിൽക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല, ഒരു മെഡിസിനും കഴിച്ചിട്ടില്ല. ടെൻഡോൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം പച്ച കളറിലെ കവറും ഒരെണ്ണം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പച്ചക്കകത്താണ് നമ്മുടെ എന്താ അലർജി, മറ്റേത് നോർമൽ നമ്മൾ ഡോളൊക്കെ കഴിക്കുന്ന പോലെ, പാരസെറ്റമോൾ പോലെ. ഓ അമ്മേ, തീരെ വയ്യ. ഇന്നലെ മുതൽ പനിയാണ്, പക്ഷേ ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. ഞാനൊന്ന് ചലഞ്ച് ചെയ്ത് നോക്കി എത്ര ദിവസം നീണ്ടു പോകും. നമ്മളിങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല, എങ്കിലും ഒന്ന് അറിയാനൊരാഗ്രഹം. എനിക്ക് ജസ്റ്റ് ഫ്ലൂ മാത്രമേ ഉള്ളൂ. ഭയങ്കര തുമ്മി എൻ്റെ അമ്മേ, 1 ലിറ്റർ വെള്ളമെങ്കിലും എൻ്റെ മുക്കിൽ കൂടെ വന്നതാണ്. അത്രയ്ക്ക് തുമ്മലും. ഓ, എന്തായാലും ഞാൻ നോക്കട്ടെ. പനി പിടിച്ച് അനങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു ഷവർമ ഓർഡർ ചെയ്തു. ഇപ്പോൾ ഷവർമ വരും, അതൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കണം. ഞാൻ റൂമിൽ ഒറ്റയ്ക്കുള്ളൂ, എൻ്റെ ചേട്ടാ ഇവിടെ ഇല്ല. സോ നോക്കട്ടെ എവിടം വരെ പോകുന്ന ഈ പനി, ഇതൊന്നറിയണം. എൻ്റെ ഷവർമ ഇതുവരെ വന്നില്ല ഗൈസ്, ഇപ്പോൾ വരുമെന്ന് വിചാരിക്കുന്നു. അയ്യോ എൻ്റെ അമ്മേ, പൈസ കൊണ്ട് ഇരിക്കുക. വെള്ളത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരുമായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ മുന്തിരി കഴിച്ച ഈ പ്രശ്നം? എനിക്ക് അപ്പം മുന്തിരി ഓറഞ്ചും കഴിച്ച ഈ പ്രശ്നം എന്തായിരിക്കും ഇങ്ങനെ? എന്തായാലും ഞാൻ ഇതിനോട് പൊരുതാൻ തീരുമാനിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടം മുന്തിരി. ഓ, പച്ച കളറിലെ മുന്തിരി ഇഷ്ടം, നമ്മുടെ മറ്റേ ഡാർക്ക് കളറിൽ ഇഷ്ടം. പക്ഷേ എനിക്കത് കഴിച്ച പിറ്റേന്ന് എനിക്ക് പനി. അതുപോലെ ജ്യൂസ്, ഈ ബെറിയുടെ ചെറിയുടെ ഒക്കെ ജ്യൂസ് കുടിച്ചാൽ ഇങ്ങനെ തന്നെ. എന്താ ഇത്? ഒന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യും. ഓർഡർ ചെയ്തായിരുന്നു ഗൈസ്. വെള്ളത്തിൻ്റെ ചേട്ടനിപ്പോൾ വരും, വെള്ളം കൊടുക്കും. അപ്പോൾ തന്നെ എൻ്റെ ക്യാനോട് ഇരിക്കാൻ ക്യാനൊക്കെ എടുത്തോണ്ട് പോട്ടെ. ഇതാണ് എൻ്റെ ക്യാൻ. കണ്ടോളൂ. വയ്യ ഗൈസ്, എനിക്ക് തീരെ വയ്യ. നമുക്ക് നോക്കാം എവിടെ വരെ എത്തുന്നു, എപ്പോഴാണ് എന്തോ വരുന്നത്. അയ്യോ, ഇതെന്താണ് ഉപയോഗിക്കാത്ത കയറിയ പോലൊരു ഫീല്. ഞാൻ കേസ് എവിടെ വരാൻ അടിക്കുന്നത് ഇപ്പോൾ ഇട്ട് വരുന്നിരിക്കും. നമുക്ക് നോക്കാം. വെള്ളം കൊണ്ട് ചേട്ടൻ വന്നില്ല ഗൈസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. കാത്തിരുന്നു കണ്ടു കഴിച്ചു കാട്ടുമുള്ള പിടിച്ചൊരു കുഴി ചമച്ചമല്ലേ. അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കും ഗൈസ്, ശരിക്കും. ഈ ചേട്ടൻ തണുപ്പിരിക്കാത്ത അറിയാൻ നോക്കിക്കുക. ഒരു കണ്ടോടെ നിങ്ങൾക്ക് അപ്പോൾ വരുമായിരിക്കും. ഹലോ ഗൈസ്, എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. നിങ്ങൾ എനിക്കത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നിങ്ങളിപ്പോൾ കേട്ട ശബ്ദം ബേസ്ഡ് ഇടുന്ന ശബ്ദം. ഇവിടെ ബേസ്ഡ് ഇടാൻ പ്രത്യേകം റൂമൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ നിങ്ങൾ കാണിക്കുന്നില്ല, നിങ്ങൾ നീട്ടും. സോ പനിയൊക്കെ പിടിച്ച് വരുന്നത് നോക്കട്ടെ. അങ്ങനെ ഗൈസ് കൊണ്ടുവരും, നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാമല്ലോ, നമ്മുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഷവർ വേണി എപ്പോഴാണ് വന്നില്ല ഗൈസ്. 10 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പൊന്നി ഏട്ടാ, നിങ്ങൾ എപ്പോൾ വരും? വെയിറ്റ് ചെയ്യാം, നമ്മുടെ ആവശ്യം വെയിറ്റ് ചെയ്യാമല്ലോ. വെയിറ്റ് ചെയ്യാം ഗൈസ്. ശിപ്പിക്കല്ല കൂടെ. ഹലോ ഗൈസ്, വെള്ളം നോക്കിയിരുന്നു. എനിക്ക് ഷവർമയാണ് കിട്ടിയത് ഗൈസ്. നോക്കില്ല ഷവർമ ചായ പനിയാണെങ്കിൽ ഇതൊക്കെ തിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എവിടെ എൻ്റെ വെള്ളം ചേട്ടനും? നമ്മുടെ കണ്ണിൻ്റെ പനിയായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ണിൻ്റെ എൻ്റെ ബക്കാലിലെ ചേട്ടനും വെള്ളവുക. എന്ത് ചെയ്യാനിടയിൽ അവരെന്നെ അന്നമിട്ട് കൊണ്ട പരി നോക്കിക്കൊണ്ട് പോയി. എന്നാലും എൻ്റെ ചേട്ടാ, നിങ്ങൾ എവിടെയാ? എനിക്ക് വിശക്കും. രാവിലെ അയ്യോ അല്ല, ഇന്ന് നേരത്തെ ഞാൻ കുട്ടിച്ചു ഗൈസ്. നേരത്തെ മീൻസ് വൈകിട്ട് ഒരു 3-3:30 മണിയായപ്പോൾ. അതൊരു കുഴപ്പമില്ല. എന്തോ പനിയാണ് എനിക്ക് വിശക്കുന്നത്. എനിക്കിടയ്ക്ക് വിശപ്പിൻ്റെ സ്വന്തം ഇല്ല. അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ ചായക്ക് തട്ടു പോലും ദൈവമേ. എന്നാലും ഇപ്പോൾ കഴിഞ്ഞ ചേട്ടാ നിങ്ങൾ ഇവിടെ പോയി. നമുക്കൊന്ന് മെസ്സേജ് നോക്കിയാലോ? ഞാനത് മെസ്സേജ് ഇട്ട്. എന്നാലും എൻ്റെ ചേട്ടാ, നിങ്ങൾ ഇതെവിടെ പോയി കിടക്കുക? എത്ര നേരമായി നോക്കിയിരിക്കുന്നു. എനിക്ക് വരികളോ വരുമായിരിക്കും. നോക്കാം, വെയിറ്റ് ചെയ്തല്ലേ പറ്റൂ. കഴിക്കാൻ എനിക്കൊക്കെ കയറി വന്നാലോ ശരിയാകത്തില്ല. നോക്കാം. ഇതുവരെ ചേട്ടൻ വന്നില്ല ഗൈസ്. 10 മിനിറ്റ് കഴിഞ്ഞു മെസ്സേജ് അയച്ചിട്ട്. എൻ്റെ ചായ തണുത്തു. പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പോയാനകത്ത്. വെയിറ്റ് ചെയ്യണമല്ലോ, നമ്മുടെ ആവശ്യമല്ലേ. വെയിറ്റ് ചെയ്യാം. എന്നാലും എൻ്റെ ചേട്ടാ, എൻ്റെ ചായ. അത് നമ്മുടെ ചേട്ടനല്ല ഗൈസ്, വേറൊരു ചേച്ചിയാണ് ഗൈസ്. എന്നാലും എൻ്റെ ചേട്ടാ, ഞാൻ എൻ്റെ തിരക്കായിരിക്കും ചിലപ്പോൾ. എന്നാ കുടിപ്പഴ എന്നാ പാടും. ഇനി എന്തൊക്കെ ചെയ്തിട്ട് വേണം രാവിലെ നോക്കുമ്പോൾ എനിക്ക് എടുത്തിട്ട് വീട്ടിൽ പോകാൻ. ഇത് കാര്യം വെച്ചിടണം. വീട്ടിൽ കെട്ടിട്ടൊന്ന് തുണ്ടൊക്കെ കാണും. എന്നാൽ ചോദിക്കാൻ കണ്ണിച്ചാണ് വെളുത്തിരിക്കുന്നു. വെളുത്തിട്ടൊന്നുമല്ല, എങ്കിലും കുഴപ്പമില്ല. ഇവിടെ 2 ദിവസം ഞാൻ 3 ആഴ്ച വിട്ട് കറുത്തു പോയി ഗൈസ്.
ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാ ഒരു മിനിറ്റ് ചേട്ടാ, ഇവരെന്താ വരാത്തേ? 12 മണിക്കൂർ ഡ്യൂട്ടിയും കഴിഞ്ഞാൽ എൻ്റെ അരമണിക്കൂർ വന്നില്ല ഗൈസ്, വീണ്ടും പറ്റിച്ചു. ഈ ഷവർമയും ചായ റൂമിൽ കൊണ്ടുവച്ചിട്ട് തന്നെ വാങ്ങി നോക്കാം അവിടെ നിന്നോ, അല്ലാണ്ട് ഇപ്പം ശരിയാവില്ല. അതെങ്കിലും വേഗത്തിരിക്കട്ടെ ഗൈസ്. ഇവിടെ ഇരി, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇവിടെ അങ്ങനെ ഇതാ എൻ്റെ ചായക്കുട്ടനും ഷവർമ്മക്കുട്ടിയും അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. നമുക്ക് വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ പോകാം. അപ്പം വരും, പിന്നെ വരും നോക്കിയിരുന്നു. കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കിഴച്ചു വെക്കാറില്ല ചേട്ടൻ. ഞാൻ വീണ്ടും നടന്ന് പോകുന്നില്ല ഗൈസ്. എൻ്റെ ചായ മിക്കവാറും തണുക്കും. യൂട്യൂബ് ചാനൽ ഞാൻ ചേട്ടൻ്റെ കഥ പറഞ്ഞോണ്ടിരിക്കുകയാണ്. വെക്കാറില്ല ചേട്ടനെ ഗൈസ്. ഫൈനലി എൻ്റെ ഓർഡർ വന്നു ഗൈസ്. എൻ്റെ ഭഗവാനെ പനിയാണെങ്കിൽ എന്താ, ഞാനൊരിക്കാൻ വെള്ളം പൊക്കില്ലേ ഗൈസ്. ഈ വെള്ളം കഴിക്കാല്ലേ ചത്തു പോകും ഗൈസ്. അമ്മേ വെള്ളം ഇരി പോണേ. അമ്മേ അമ്മേനെ കണ്ടു പാടും. ഈ ചായ വരട്ടെ, ഈ ചായ വരട്ടെ. ചായ ആണെന്നല്ലേ നമ്മൾ ആ കഫ്റ്റയിലെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് രുചിയാണെന്നറിയാമോ? എപ്പോഴും കുടിക്കില്ല, പക്ഷെ ചില ദിവസം ഇങ്ങനെ കൊതി വരും. ഓ ചായ കുടിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ പോയി വാങ്ങിക്കാറില്ല. ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിടും. പിന്നല്ല, പക്ഷെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഗൈസ്. അതുകൊണ്ട് ഞാൻ പിന്നത് കുടിക്കും. തണുത്തു കേട്ടോ, എനിക്ക് വിഷമായി. എൻ്റെ ചായ ഓട്ട സാരമില്ല, അവർക്ക് ഒരുപാട് തിരക്കുള്ളല്ലേ. അതെൻ്റെ ഇവിടെ തെറ്റാണ്. പക്ഷെ നേരത്തെ ഓർഡർ ചെയ്യട്ടെ. ഷവർമ എങ്ങനെച്ച് ഈ വേള ആനന്ദകരമാക്കാം ഗൈസ്. നല്ല ചൂട് തണുത്ത ചായയും നല്ല തണുത്ത ഷവർമയും ഇങ്ങനെയുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ മരുന്ന് കഴിക്കൂല ഗൈസ്. ഞാൻ പറയാം, ഇന്നലെ എനിക്ക് തുടങ്ങിയത് ഈ പനി. പനിയല്ല, ജലദോഷമാണോ പനിയാണോ എനിക്കറിയത്തില്ല. സ്കൂളിലൊക്കെ പക്ഷേ ഞാൻ പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, ആ മാതിരി തുമ്മലാണ് എന്നെ തളർത്തി കളഞ്ഞത്. അതിൻ്റെ കൂടെ ശരീരം വേദനയും. ഓ മൈ ഗോഡ്, ഐ കാണ്ട്. ഓക്കെ, നമുക്ക് കഴിക്കാം. ഹായ് ചേട്ടാ, അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് ചേട്ടൻ തീർത്തിരിക്കുന്നു. ഇതിൻ്റെ കൂടെ ഒരു സിപ്പ് ചായയോടായാണ് പോയി. അടിപൊളി, എൻ്റെ അടിയോ സൂപ്പറാണ്. ഞാൻ നോർമൽ ഷവർമ കഴിക്കും. പക്ഷേ സ്പൈസി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. പിന്നെ എനിക്ക് ഒന്നാമതിങ്ങനെ വയ്യാണ്ട് കൂടി ഇരിക്കുന്നുണ്ട്. വയ്യ പണ്ടൊക്കെ ഉണ്ടല്ലോ, സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് കുളിച്ച് വൃത്തിയായി കഴിയുമ്പോൾ മത്തിക്കറിയും ചൂട് ചായയുടെ അവിടെ ഇരിക്കും. എൻ്റെ അമ്മയെ അത് കഴിക്കുമ്പോൾ കിട്ടുന്ന നിർവൃതി. നിങ്ങൾ അപ്പോൾ വിചാരിക്കും മത്തിക്കറി ചായയോ? ചോറ് എന്തായാലും കഴിക്കും. കാര്യം സ്കൂളിൽ നിന്ന് വന്നിട്ട് ട്യൂഷൻ വേണ്ടേ. കുളിച്ച് സുന്ദരി കുട്ടികളായിട്ട് ആഹാരം കഴിക്കുമ്പോൾ വൈകിട്ട് എനിക്കിഷ്ടം ചോറാണ് കഴിക്കുന്നത്. രാത്രി ഒന്നും കഴിക്കത്തില്ല. എന്നിട്ട് ചോറും അമ്മ എന്തായാലും ചായ ഇട്ട് ആ ചായയും കൂടെ കുടിക്കും ഞാൻ. നല്ല ടേസ്റ്റാണ്. മുളകറി എനിക്കിഷ്ടം, തേങ്ങ ഇഷ്ടമല്ല. ഇഷ്ടമാണ്, പക്ഷെ ഒത്തിരി ഇഷ്ടം മുളകറി, മുളകിട്ട കറി. എന്നും ഫുഡ് വെച്ചിട്ട് ശരിയാത്തില്ല. വല്ലപ്പോഴൊക്കെ എനിക്ക് മടിയാ. എന്നാലും അച്ഛനില്ല, എൻ്റെ കൂടെ പോവാടില്ല. ഇനി എന്താ പരിപാടി? തുണിയൊക്കെ പെറുക്കി പിന്നെ കഴുകാനിട്ടതെല്ലാം തിരിച്ചിട്ടു. ഇനി കുറച്ച് നേരം റീൽസൊക്കെ കണ്ടിട്ട് സുഖം ഉറക്കാം. അടിപൊളി. ബൈ ബൈ, സീ യു. ഞാനപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഓരോ ദിവസത്തെ പനിയുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വിത്തൗട്ട് ടേക്കിംഗ് മെഡിസിൻ. നോക്കാം എവിടം വരെ എത്തും നമുക്ക് നോക്കാം. ബൈ ബൈ.